Okay, good morning all of you. All of you mark the attendance. അപ്പൊ നമുക്ക് തെറ്റോ ശരിയോ എന്ന് പറയാം. All of you take your textbook, page number 22. അല്ലെ, അതിൽ ലാസ്റ്റ് 2-3 വർക്ക് നമുക്ക് പറയാനുണ്ട് അല്ലേ? ഓക്കെ, അതില് ഒന്നാമത്തെ തെറ്റോ ശരിയോ എന്ന് പറയുക. ഒട്ടകപ്പക്ഷി കുഞ്ഞിനെ പ്രസവിക്കുന്നു. തെറ്റോ ശരിയോ? വെരി ഗുഡ്. തെറ്റ് എന്നുള്ള ചിഹ്നം മാർക്ക് ചെയ്തോ കേട്ടോ. മുട്ടയാണല്ലേ, നമ്മൾ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ്, അപ്പൊ ഒട്ടകപ്പക്ഷി മുട്ട ഇടുന്നു എന്നുള്ളത് ടിക്ക് ഇടുന്നു. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണേ. അനാവശ്യ സന്ദർഭങ്ങളില് അൺമ്യൂട്ട് ചെയ്യരുത് കേട്ടോ. അപ്പൊ അടുത്തത്, ഭയപ്പെടുമ്പോൾ ഒട്ടകപ്പക്ഷി തല മണ്ണിൽ പൂഴ്ത്തി വെക്കുന്നു. ഭയപ്പെടുമ്പോൾ ഒട്ടകപ്പക്ഷി തല കൂടുതൽ പൊക്കി പിടിക്കുന്നു. ഏതാ? ഫസ്റ്റ് വൺ അല്ലേ? അങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ അതിന് ടിക്കിടണം. ഒട്ടകപ്പക്ഷി ഭയപ്പെടുമ്പോൾ തല മണ്ണിൽ പൂഴ്ത്തി വെക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ ഈ അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ മിസ് പറയുന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്യുന്നുണ്ടാവോ? ഒട്ടകപ്പക്ഷിയെ പോലുള്ള വിചിത്ര പക്ഷികളെ പറ്റി അന്വേഷിച്ചറിയുക. അടുത്തത്, അവയുടെ ചിത്രങ്ങൾ ശേഖരിക്കുക. ഇന്ദുചൂഡന്റെ കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം പരിചയപ്പെടുക. അടുത്ത, വിവിധ പക്ഷികളുടെ സഞ്ചാര രീതികൾ നിരീക്ഷിക്കുക. എല്ലാ പാഠത്തിലെയും ഏതെങ്കിലും ഒരു വർക്കെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് മിസ് സെൻഡ് ചെയ്താലുണ്ട്. ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കണം കേട്ടോ. അടക്ക് ഓക്കെ, ഇരുന്ന് പോയി വേറെ ക്ലാസ് എടുത്തു, അപ്പൊ മറന്നു പോകുന്നു ഇടക്ക്. അടുത്ത ആറാമത്തത് അല്ലേ, പാഠം 6. അതല്ലേ നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഒട്ടകപ്പക്ഷിയുടേത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? പക്ഷികളിലെ ഭീമൻ, ആ പാഠം ക്ലിയർ അല്ലേ? പിന്നെ അതെ അല്ലെ, ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്ത് തരണമെന്ന്. അതിൽ 3-4 കുട്ടികളാണ് ഇപ്രാവശ്യത്തെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നത്. ഓക്കെ, നിങ്ങളോട് വായിക്കാൻ പറഞ്ഞ എന്തിനാ അറിയോ? ഒരു പീരീഡ് നമുക്ക് ഇവിടെ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇന്ന് ആ വായിച്ചിട്ട് സെൻഡ് ചെയ്യാത്ത കുട്ടികള് ഇന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരണം ഓഡിയോ. നല്ലതുപോലെ വായിച്ചതേ വേണ്ടു, തപ്പി തടഞ്ഞ് വായിക്കുന്നത് വേണ്ട. ഇന്നത്തെ കോപ്പിയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതില് ടഫ് വേർഡ്സ് കോപ്പിയിൽ എഴുതാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്? ഉണ്ടോ? 6നോടാണോ പറഞ്ഞത്? അല്ല, സേറ എന്ന് പറഞ്ഞാൽ ഞാൻ സേറയോട് മാത്രമാണോ പറഞ്ഞത്? ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ പഠിക്കുന്ന പാഠമില്ലേ, ഓരോ പാഠത്തിലെയും ഇപ്പം ഇതില് നിങ്ങൾക്ക് ഏതാണ് കുറച്ച് ടഫായി തോന്നുന്നത്? വേണമെങ്കിൽ ആധുനികം, അങ്ങനത്തെ കുറച്ച് വാക്കുകള് നിങ്ങൾ എന്ത് ചെയ്യണം? 2-3 വാക്കുകൾ ഒരു പേജിൽ എഴുതുക. ഓക്കെ, അതാണ് കോപ്പി ബുക്കിൽ എഴുതേണ്ടത് കേട്ടോ. ആ സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, ചിഹ്നങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കുറച്ച് ടഫ് വേർഡ്സ്, ഇപ്പം മറ്റേ നമ്മുടെ തൊട്ട് മുന്നത്തെ പാഠമില്ലേ, എന്താണ്, കാരുണ്യത്തിന്റെ വെള്ളിൽ പറവ, അവിടെയെല്ലാം കുറച്ച് ടഫ് വേർഡ്സ് ഉണ്ട് കുറച്ച്. അതൊക്കെ നിങ്ങൾ 2-3 പദങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ? ഇപ്പൊ യൂഗോസ്ലാവിയ, സ്കോപ്ജെ, അങ്ങനത്തെ എല്ലാം പദങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കുക. 2-3 എണ്ണം എടുത്തിട്ട് വരച്ചിട്ട് എഴുതുക. ഓക്കെ ഓക്കെ, അപ്പൊ അടുത്തത് എന്താണ്? ആറാമത്തത്, വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ അല്ലേ? വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ എന്നാണ് പാഠത്തിന്റെ പേര്. ഒന്ന് വായിക്കാം. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാട് വാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർധാരിദാസ് എന്നു പേരുള്ള ഒരു രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർധാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജ്ദാലി എന്ന ഗ്രാമത്തിലെത്തി. മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർധാരിദാസും കൂട്ടരും മരം മുറിക്കാനെത്തിയ വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്.
അവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർധാരിദാസ് ആക്രോശിച്ചു. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും. ഗിർധാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്നു നിന്നു. ഗിർധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷസ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കപ്പെട്ടു. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. വളരെ വൈകിയാണ് മഹാരാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞത്. അദ്ദേഹം അവിടെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. യാചനാഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയരെ, നിങ്ങളുടെ പ്രകൃതി സ്നേഹം നമ്മുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ ഈ നാട്ടിൽ ഒറ്റ മരം പോലും അനാവശ്യമായി മുറിക്കാൻ നാം അനുവദിക്കുന്നതല്ല. ഈ കൂട്ടക്കുരുതിക്ക് നാം മാപ്പ് ചോദിക്കുന്നു. ഈ വാക്കുകൾ കേട്ട് അവിടെ തിങ്ങിക്കൂടിയ ജനം തേങ്ങി. ഇന്നും അശ്വിനി മഹത്തിൽ അവിടെ നടക്കുന്ന വൃക്ഷോത്സവത്തിൽ ഗേജിദാലിയിലെ ഗ്രാമീണർ തങ്ങളുടെ പൂർവികരായ ആ രക്തസാക്ഷികളെ സ്മരിക്കാറുണ്ട്. പ്രകൃതി എല്ലാവരുടെയും തറവാടാണ്. അവിടെ മനുഷ്യർ മാത്രമല്ല, പക്ഷി മൃഗാദികളും ലതാദികളും എല്ലാം ഉണ്ട്. ഒരു പരസ്പര സഹായ സംഘം പോലെയാണ് പ്രകൃതി. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മരങ്ങളും സസ്യലതാദികളും എല്ലാം മനുഷ്യർക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചെയ്യുന്ന സേവനം വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ എന്നിവ പരസ്പരം ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ ഇഴുകി ചേരുമ്പോഴാണ് പ്രപഞ്ച ജീവിതം ധന്യമായി തീരുന്നത്. ഓക്കെ, എന്താണ് വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ എന്ന് ഈ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലായത്? ഗേജിദാലിയിലെ ജനങ്ങള് വൃക്ഷസ്നേഹികളായിരുന്നു അല്ലെ? ഓക്കെ, മരങ്ങളെ സംരക്ഷിക്കുന്നവരായിരുന്നു അല്ലെ? ഓക്കെ, നമുക്ക് നോക്കാം. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാട് വാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. എന്താണ് അതിമനോഹരമായി എന്ന് പറഞ്ഞ അർത്ഥം? മനോഹരം എന്താണ്? ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർധാരിദാസ് എന്നു പേരുള്ള ഒരു രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. അപ്പൊ ആരായിരുന്നു? ഗിർധാരിദാസ്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർധാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജിദാലി എന്ന ഗ്രാമത്തിലെത്തി. എവിടെ എത്തിയത്? രാജസ്ഥാനിലെ ഗേജിദാലി. മരങ്ങളെ ഗേജിദാലിയിലെ ഗ്രാമീണർ എങ്ങനെയായിരുന്നു എന്നാണ് അല്ലെ അടുത്തതിൽ പറയുന്നത്. മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ അല്ലെ. കൂടപ്പിറപ്പുകൾ എന്ന് പറഞ്ഞ ആരാ? സഹോദരൻ കഴിഞ്ഞിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ, ഗ്രാമത്തിലെ ജനങ്ങൾ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല അല്ലെ. അവർക്ക് മരങ്ങൾ സംരക്ഷിക്കുന്നവരായിരുന്നു എന്നർത്ഥം അല്ലെ. ഗിർധാരിദാസും കൂട്ടരും മരം മുറിക്കാനെത്തി വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്. ആരാ ഈ മിത്രം? മിത്രം എന്താ അർത്ഥം? മിത്രം ശത്രു, മിത്രം പറയലുണ്ട് അല്ലേ. മിത്രങ്ങൾ എന്ന് പറഞ്ഞ സുഹൃത്തുക്കള് അല്ലേ. ഓക്കെ, അപ്പൊ ശത്രു എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് എന്ത്? മിത്രം. അപ്പോ എന്താ പറഞ്ഞത്? ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്, ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല പറഞ്ഞു. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർധാരിദാസ് ആക്രോശിച്ചു. ആക്രോശിക്കുക എന്താ അർത്ഥം? അലറുക. ആക്രോശിക്കുക, അലറുക. ഓക്കെ, ഗിർധാരിദാസ് എന്ത് ചെയ്തു? ആക്രോശിച്ചു, അലറി എന്നർത്ഥം. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി.
അല്ലേ? ഓരോരാളും ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ച് നിൽക്കുക. എന്തുകൊണ്ട്? ഇത് മുറിച്ചെങ്കിലോ എന്ന് കരുതി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും, ഗിർധാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അപ്പോ തങ്ങളുടെ ജീവൻ പോയാലും മരങ്ങളെ മുറിക്കാൻ അവര് സമ്മതിക്കുന്നില്ലായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, അല്ലെ? കൂടപ്പിറപ്പ് ആദ്യേ പറഞ്ഞു. ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. അല്ലെ? ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്ന് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയാൽ അവര് മാറുന്ന പ്രശ്നേ ഇല്ല. അവരേതായാലും മരങ്ങളെ സംരക്ഷിക്കാൻ തന്നെ ഉറച്ച തീരുമാനം എടുത്തിട്ടാണ് ഉള്ളത്, അല്ലെ? ഗിർധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി, അല്ലെ? ഗിർധാരിദാസ് പറഞ്ഞു, മരം വെട്ടിക്കോ പറഞ്ഞു. ആളുകൾ മരിച്ചാലും വേണ്ടില്ല, മരങ്ങൾ വെട്ടിക്കോ പറഞ്ഞു. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷസ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു, അല്ലെ? അവർ മാറിയില്ല. ഓരോ മരങ്ങൾ വെട്ടുമ്പോഴും ഓരോ മനുഷ്യരും അതില് മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കപ്പെട്ടു. 363 മരങ്ങൾ വെട്ടുമ്പോ എത്ര പേര് മരിച്ചു? 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു, അല്ലെ? ഓരോ മരം വെട്ടുമ്പോഴും ഓരോ മനുഷ്യരും മരിച്ചു. അങ്ങനെ 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു, അല്ലെ? വളരെ വൈകിയാണ് മഹാരാജാവാണ് ഗിർധാരിദാസിനെ ഏൽപ്പിച്ചത്, അല്ലെ? മരം വെട്ടാൻ വേണ്ടി. അപ്പൊ വളരെ വൈകിയാണ് ആര്? മഹാരാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞത്. ദാരുണം എന്താ അർത്ഥം മക്കളെ? ദാരുണം നമ്മൾ പഠിച്ചാണ്. ദയനീയം. നിങ്ങൾ അർത്ഥമൊന്നും പഠിക്കുന്നില്ലേ മക്കളെ? ദാരുണം, ദയനീയം. അപ്പൊ ഈ ദാരുണമായ, ഈ ദയനീയമായ വാർത്ത അപ്പോഴാണ് ആര്? അജിത് സിംഗ്, മഹാരാജാവ് അജിത് സിംഗ് അറിയുന്നത്. അദ്ദേഹം അവിടെ അജിത് സിംഗ് ആക്കിയ ആളാണ് ആര്? ഗിർധാരിദാസ്, അല്ലേ? ഓക്കെ. മഹാരാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓക്കെ. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ടപ്പോ എന്ത് ചെയ്തു? മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓക്കെ. അത് ഒരുപാട് തന്നെ ആയി നമ്മൾ ഇന്ന് പഠിച്ചത്. അതുവരെ ഒന്ന് മിസ് ഒന്നുകൂടി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. രാജസ്ഥാൻ എങ്ങനെയാ എഴുതുക? ഇതൊക്കെ നിങ്ങള് കോപ്പിയിലേക്ക് എഴുതണം. കുറച്ച് ടഫിലെ വേർഡ്സ് എല്ലാം. കുറച്ച് കുട്ടിയൊക്കെ എല്ലാം എഴുതാൻ അറിയാം, പക്ഷെ കുറെ കുട്ടിയൊക്കെ എഴുതാൻ അറിയില്ല കേട്ടോ, ചിഹ്നങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാട് വാഴുന്ന കാലം. നാട് വാഴുന്ന കാലം എന്ന് പറഞ്ഞാൽ വാഴുക, ഭരിക്കുന്ന. ഓക്കെ. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർധാരിദാസ് എന്ന പേരുള്ള രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർധാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജ്ദാലി എന്ന ഗ്രാമത്തിലെത്തി. എന്താ ഗ്രാമത്തിന്റെ പേര്? ഗേജ്ദാലി. മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗേജ്ദാലിയിലെ ജനങ്ങൾ. എങ്ങനെയുള്ളവരായിരുന്നു എന്ന ചോദ്യത്തിന് ആൻസർ ആണ് എന്ത്? മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായിട്ടായിരുന്നു ഗേജ്ദാലിയിലെ ജനങ്ങൾ കരുതിയിരുന്നത്, അല്ലേ? ഈ ഇടക്കിടക്ക് മിസ് രണ്ടാമതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിരിക്കുവേ. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഗേജ്ദാലി കണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഗേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? മരങ്ങളെ അതാ അണ്ടർലൈൻ ചെയ്യേണ്ടത്. മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു ഗേജ്ദാലിയിലെ ഗ്രാമീണർ. ആ മൂന്നാമത്തെ പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ അങ്ങോട്ട് കാണുന്നതാണ് അതിന്റെ ആൻസർ. ഓക്കെ. എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ രക്ഷിക്കും. വിലയായി ഗ്രാമീണർ എന്ത് നൽകി? എന്താ നൽകിയത്? എന്ത് വില കൊടുത്തു? എന്താ നൽകിയത് വിലയായിട്ട് ഗ്രാമീണർ? ജീവൻ. ഓക്കെ. സ്വന്തം ജീവനാണ് അല്ലേ അവര് വിലയായി നൽകിയത്. ഓക്കെ. നെക്സ്റ്റ്, മരങ്ങളെ, അത് നമ്മൾ പറഞ്ഞു, മരങ്ങളെ സ്വന്തം കൂടപ്പിറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർധാരിദാസും കൂട്ടരും മരം മുറിക്കാനെത്തിയ വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്, ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർധാരിദാസ് ആക്രോശിച്ചു. ആക്രോശിക്കുക, അലറുക. ഓക്കെ. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ
രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും, ഗിർധാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുരുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. അപ്പോ എന്താണ് സോദരർ എന്ന് പറഞ്ഞാൽ ആരാ? സഹോദരന്മാർ. സഹോദരന്മാർ. നെക്സ്റ്റ് എന്താണ്? ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. എന്താണ് സന്തുഷ്ടർ എന്ന് പറഞ്ഞ അർത്ഥം? സന്തോഷം അനുഭവിക്കുന്നവര്. സന്തുഷ്ടർ എന്ന് പറഞ്ഞാൽ സന്തോഷം അനുഭവിക്കുന്നവർ. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്നു നിന്നു. ഗിർധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷസ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കപ്പെട്ടു. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. അല്ലെ, 363 മനുഷ്യര് അപ്പോഴേക്കെന്നെ മരിച്ചു വീണു. അല്ലെ, വളരെ വൈകിയാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് മഹാരാജാവ് അജിത് സിംഗ് ഈ വിവരം അറിയുന്നത്. ഈ വാർത്ത എന്ന് പറഞ്ഞാല് ഈ വിവരം. അല്ലെ, അദ്ദേഹം അവിടെ ഓടിയെത്തി. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി. അല്ലെ, സങ്കടം ഉണ്ടായി. ഓക്കെ, അത്ര വരെ മതിയല്ലേ ഇന്ന് നമുക്ക്? ഓക്കെ, ഒന്ന് വായിച്ചേ ദേവാഞ്ജന. ഒന്ന് വായിച്ചേ ദേവാഞ്ജന. ഫസ്റ്റ് തൊട്ട്. പാഠം 6. വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നവർ. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാടുവാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർധാരിദാസ് എന്നു പേരുള്ള ഒരു രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർധാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേദ്ദാരി എന്ന ഗ്രാമത്തിലെത്തി. മരങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകളായി കരുതിയിരിക്കുന്നവരായിരുന്നു അവിടത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റു കിടക്കുന്നതു കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർധാരിദാസും കൂട്ടരും മരം മുറിക്കാനെത്തിയ വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്. ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർധാരിദാസ് ആക്രോശിച്ചു. ഓക്കെ മോളെ, നെക്സ്റ്റ് ദേവപ്രിയ. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്തു വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും, ഗിർധാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്നു നിന്നു. ഗിർധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷസ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കപ്പെട്ടു. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. വളരെ വൈകിയാണ് മഹാരാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞത്. അദ്ദേഹം അവിടെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. യാചനാഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, പ്രിയരെ, നിങ്ങളുടെ പ്രകൃതി സ്നേഹം നമ്മുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു. ഇനിമേൽ ഈ നാട്ടിൽ ഒറ്റ മരം പോലും ആവശ്യമായി മുറിക്കാൻ നാം അനുവദിക്കുന്നല്ല.
ഈ കൂ ഈ കൂട്ടുകുരുതിക്ക് നാപ്പ് ചോരുന്നു. ഈ വാക്കുകൾ കേട്ട് അവിടെ തിങ്ങിക്കൂടിയ ജനം തേങ്ങി. ഓക്കെ മോളെ, നമ്മള് പഠിച്ചില്ലല്ലോ അത്. ഓക്കെ, ആ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചില്ല കേട്ടോ, അതിന്റെ ഒട്ട് മുന്നേ വരെ പഠിച്ചുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എബിൻ ബിജു ഒന്ന് വായിച്ചേ ഫസ്റ്റ് മുതലത്. എബിൻ ബിജു. ഞാൻ വായിക്കാം. ഓക്കെ, ഞാൻ ഇത് എബിൻ ബിജു അൺമ്യൂട്ട് ചെയ്തേ. എബിൻ ബിജു പോയോ? ഞാൻ വായിക്കാം. എബിൻ വായിക്കാൻ പറയുമ്പോ ഇപ്പൊ ഔട്ട് ആവുന്നതാണ് കേട്ടോ. ഞാൻ വായിച്ചോട്ടെ. ഓക്കെ, ആൻഡ്രോസ്. ഞാൻ വായിച്ചോട്ടെ. ആൻഡ്രോസ് പ്രിൻസ് വായിക്കുന്നാല്, അത് കഴിഞ്ഞിട്ട് അല്ലെന്നെ പറയേ. ഫസ്റ്റ് മുതല്. പാഠം 6. വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാടുവാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർദാരീസ് എന്ന ഒരു രാജസേവനാണ് ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കെട്ടാനായി ഗിർദാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജ്ദാലി എന്ന ഗ്രാമത്തിലെത്തി. മരങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർദാരിദാസും കൂട്ടരും മരം വെട്ടാനെത്തിയ വിവരം അറിഞ്ഞ ഗ്രാമവാസികൾ ഓടിക്കൂടി. അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്, ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർദാരിദാസ് ആക്രോശിച്ചു. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്തു വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. മോളെ, നെക്സ്റ്റ് അൽന അഗസ്റ്റിൻ. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ താഴെ വീഴും. ഗിർദാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പുണർന്നു നിന്നു. ഗിർദാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർന്നു താഴുന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ സ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കണക്കാക്കി. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. വളരെ വൈകിയാണ് മഹാരാജാവ് അജിത് സിംഗ് അവിടെ ദാരുണമായ വാർത്ത അറിഞ്ഞത്. അദ്ദേഹം അവിടെ പാഞ്ഞെത്തി. മരിച്ചു കിടക്കുന്നത് ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓക്കെ, അതുവരെ നമ്മൾ എടുത്തത് അല്ലേ. ഇനി നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഷെഫി. ഓക്കെ, ഫസ്റ്റ് മുതല്. പാഠം 6. വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ. രാജസ്ഥാനിൽ മഹാരാജ അജിത് സിംഗ് നാടുവാഴുന്ന കാലം. മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർദാരിദാസ് എന്നു പേരുള്ള ഒരു രാജസേവകനെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്. കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിർദാരിദാസ് ഏതാനും സമർത്ഥരായ മരം വെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജ്ദാലി എന്ന ഗ്രാമത്തിലെത്തി. മരങ്ങളെ സ്വന്തം കൂടപ്പറപ്പുകളായി കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റു കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. ഗിർദാരിദാസും കൂട്ടരും മരം മുറിക്കാനെത്തിയ വിവരമറിഞ്ഞ ഗ്രാമവാസികൾ
ഓടിക്കൂടി അവർ പറഞ്ഞു, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്. ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. ഗിർദാരിസ് ആക്രോശിച്ചു. അതിൽ ഞങ്ങൾക്ക് അടുത്തത് അബ്ദുൽ ബാസിത്ത്. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. എന്തു വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണർ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം. അല്ലെങ്കിൽ നിങ്ങളുടെ തലകൾ കൊഴുത്ത് താഴെ വീഴും. ഗിരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദരർ, ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിന് ഞങ്ങൾ സന്തുഷ്ടർ. ഗ്രാമീണർ ഓരോ മരത്തിനെയും കെട്ടിപ്പിടിച്ചു നിന്നു. ഗിർദാരിദാസ് മരം വെട്ടാൻ ആജ്ഞ. കോടാലികൾ ഉയർന്നു താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോഴും ഓരോ വൃക്ഷ സ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീണു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ കണക്കാക്കപ്പെട്ടു. അപ്പോൾ 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരുന്നു. വളരെ വൈകിയാണ് മഹാരാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിയുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. മരിച്ചു കിടക്കുന്ന ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. നെക്സ്റ്റ് ആഷിർ. ഫസ്റ്റ് മുതൽ വായിച്ചോ. 6 വൃക്ഷങ്ങളുടെ സ്നേഹിച്ചവർ. രാജസ്ഥാനിലെ മഹാരാജ അജിത് സിംഗ് നാടുവാഴുന്ന കാലം മഹാരാജാവിന് അതിമനോഹരമായ ഒരു കൊട്ടാരം പണിയണം. ഇതിന്റെ ചുമതല ഗിർദാരിദാസ് എന്ന പേരുള്ള ഒരു രാജസേവകനാണ് അദ്ദേഹം ഏൽപ്പിച്ചു.
കൊട്ടാരം പണിക്കുള്ള തടി വെട്ടാനായി ഗിരിധാരിദാസ് ഏതാനും സമർത്ഥരായി മരം വെട്ടുകാരെയും മരംവെട്ടുകാരെയും കൊണ്ട് രാജസ്ഥാനിലെ ഗേജ്ദാൽ എന്ന ഗ്രാമത്തിലെത്തി. മരങ്ങൾ സ്വന്തം കൂടപ്പിറപ്പുകളായ കരുതിയിരുന്നവരായിരുന്നു അവിടുത്തെ ഗ്രാമീണർ. തങ്ങളുടെ പ്രിയപ്പെട്ട മരങ്ങളെ ജീവനറ്റു കിടക്കുന്നത് കാണാനുള്ള കരുത് അവർക്കുണ്ടായിരുന്നില്ല. ഗിരിധാരിദാസ് കൂട്ടരും മരം മുറിക്കാനെത്തിയ വിവരമറിഞ്ഞ് ഗ്രാമവാസികൾ ഓടിക്കൂടി അവർ പറഞ്ഞു. ഓക്കെ, സേബ വായിച്ചെടുത്തേ. അവിടുന്ന് ഏതുവരെ എത്തി? അടുത്ത പേജല്ലേ? നെക്സ്റ്റ് പേജല്ലേ? ഏതുവരെ എത്തി സേബ? വായിച്ചോ? നെക്സ്റ്റ് പേജല്ലേ? മനസ്സിലായില്ല മിസ്സിന്. എവിടെ വരെ എത്തിയും ശ്രദ്ധിച്ചില്ലേ? ഈ മരങ്ങളെല്ലാം ഫസ്റ്റ് പേജില് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഏകദേശം ഇപ്പൊ ഈ ഒരു പേജ് ഞാൻ ഒരാളോട് വായിക്കാൻ പറയുന്നുണ്ട്, അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഈ മരങ്ങളെല്ലാം ഞങ്ങളുടെ മിത്രങ്ങളാണ്. ഇവയെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എങ്കിൽ നിങ്ങളുടെ കഴുത്ത് ഞങ്ങൾ വെട്ടും. അതിൽ ഞങ്ങൾക്ക് ഭയമില്ല. ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും. ഗ്രാമീണ ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നു. അവർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽപ്പായി. വേഗം മാറിക്കൊള്ളണം, അല്ലെങ്കിൽ നിങ്ങളുടെ തല താഴെ വീഴും. ഗിരിധാരിദാസ് മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും ഗ്രാമീണർ കുലുങ്ങിയില്ല. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ മാറില്ല. ഈ മരങ്ങൾ ഞങ്ങളുടെ സോദർ, ഇവ ഞങ്ങളുടെ രക്ഷകർ. ഇവയോടൊപ്പം മരിച്ചു വീഴുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടർ. ഗ്രാമീണർ ഓരോ മരത്തെയും കെട്ടിപ്പിടിച്ച് നിന്നു. ഗിരിധാരിദാസ് മരം വെട്ടാൻ ആജ്ഞ നൽകി. കോടാലികൾ ഉയർത്തി താഴ്ന്നു. ഓരോ മരം വെട്ടുമ്പോൾ ഓരോ വൃക്ഷം സ്നേഹിയും അതിന്റെ ചുവട്ടിൽ മരിച്ചു വീഴുന്നു. ഒടുവിൽ 363 മരങ്ങൾ അവിടെ വെട്ടിയിട്ടതായി കാണക്കപ്പെടുന്നു. അപ്പോഴേക്കും 363 മനുഷ്യരും അവിടെ ബലി കഴിക്കപ്പെട്ടിരിക്കുന്നു. വളരെ വൈകിയാണ്. ഓക്കെ മോളെ, ബലി കഴിക്കപ്പെട്ടിരുന്നു. നെക്സ്റ്റ് ഷംവീർ. ഷംവീൽ പ്ലീസ് അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്തേ ഷംവീലേ. വായിച്ചേ, എവിടെ എത്തി? ഇവിടെ ഒന്നല്ല നിങ്ങൾ ശ്രദ്ധിക്കുന്നല്ലേ ടെക്സ്റ്റ് വായിക്കുമ്പോ? ബലി കഴിക്കപ്പെട്ടിരുന്നു. നമ്മ ഇപ്പൊ എടുത്ത പാരഗ്രാഫ്, ലാസ്റ്റ് 3 ലൈനിലുള്ള ഒരു പാരഗ്രാഫാണ് ഇപ്പൊ ഷംവീല് വായിക്കേണ്ടത്. വേഗം 1 മിനിറ്റേ ഉള്ളൂ. വളരെ വൈകിയാണ്. ഇപ്പൊ വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല ആരും. രാജാവ് അജിത് സിംഗ് ഈ ദാരുണമായ വാർത്ത അറിഞ്ഞത് 1 മിനിറ്റേ ഉള്ളൂ, ആവാൻ സാധ്യതയുണ്ട്. അവിടെ പാഞ്ഞെത്തി
മരിച്ചു കിടക്കുന്ന ഗ്രാമത്തെ ഗ്രാമീണരെ കണ്ട് മഹാരാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓക്കെ, അപ്പൊ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. 1 മിനിറ്റേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ഒരാളെ വായിപ്പിക്കുമ്പോ